അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാന്റെ സ്മരണയിൽ ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നാടിനോടുള്ള പ്രതിബദ്ധതയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക സൗകര്യങ്ങളുള്ള കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ കല്ലിശ്ശേരിയിൽ സ്ഥാപിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഡോക്ടർ കെ എം ചെറിയാന്റെ സംസ്കാരം ഫെബ്രുവരി 1 ചെന്നൈയിൽ നടക്കും. പ്രതീക്ഷയുടെ തിരുനാളമടയുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് ഒരു പുതുവെളിച്ചമെത്തും. ജീവിതം തിരികെ നൽകും. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ കരസ്പർശം തന്നെ. അതായിരുന്നു അനേകായിരങ്ങൾക്ക് ഡോക്ടർ കെ എം ചെറിയാൻ. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ, ആദ്യത്തെ പീഡിയാട്രിക് ഹാർട്ട് പ്ലാന്റ്, ആദ്യത്തെ ലേസർ ഹാർട്ട് സർജറി. ഇങ്ങനെ നീളുന്നു ഡോക്ടർ കെ എം ചെറിയാന്റെ ആതുര സേവന രംഗത്തെ സംഭാവനകൾ. 1990 മുതൽ 93 വരെ രാഷ്ട്രപതിയുടെ ഓണററി സർജൻ. 1991 പത്മശ്രീ നൽകി രാജ്യത്തിന്റെ ആദരം. ഡോക്ടർ കെ എം ചെറിയാന്റെ ആതുര സേവന രംഗത്തെ വിശിഷ്ട വൈദഗ്ധ്യം ലോകമെങ്ങും ഉപകരിക്കപ്പെട്ടപ്പോൾ ജന്മനാടിനെയും അദ്ദേഹം മറന്നില്ല. 2000 പരിമല സെന്റ് ഗ്രിഗോറിയസ് മിഷൻ ആശുപത്രിയിൽ ഡോക്ടർ കെ എം ചെറിയാൻ ഫൗണ്ടേഷൻ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം ആരംഭിച്ചു. 2021 ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിച്ചു. ആതുര സേവന രംഗത്ത് കേരളത്തിലെ മികവുറ്റ സ്ഥാപനങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനുള്ളത്. ഡോക്ടർ കെ എം ചെറിയാൻ ഒപ്പമുള്ളത് എല്ലായ്പ്പോഴും ഒരു ആത്മവിശ്വാസമായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഡോക്ടർമാർ പറയുന്നു. ഇക്കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം അവസാനമായി കല്ലിശ്ശേരിയിലെ ആശുപത്രിയിലെത്തിയത്. വളരെ തിരക്കേറിയ ഒരു സ്കെഡ്യൂളാണ് കെ എം സിക്ക് ഉണ്ടായിരുന്നത്. വളരെയധികം യാത്രകൾ ചെയ്യുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഹോസ്പിറ്റലിൽ വരികയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗമാകുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവസാനമായിട്ട് ഇവിടെ കടന്നു വരികയും നമ്മളുമായിട്ട് അതുമായി ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. ഇവിടെ തന്നെ നമ്മൾ തുടങ്ങിയ കാലം, ഹോസ്പിറ്റൽ തുടങ്ങിയ സമയം തൊട്ട് പുതിയ കാര്യങ്ങൾ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ മുന്നോട്ടുള്ള എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ എപ്പോഴും തന്നുകൊണ്ടേയിരുന്നു. ഒരു ദൈവിക സാന്നിധ്യം സാറിൻ്റെ എല്ലാ സർജറികളിലും, രോഗികളോടുള്ള പെരുമാറ്റത്തിലും, സ്റ്റാഫിനോടുള്ള കരുതലിലും എല്ലാം ഉണ്ടായിരുന്നു. ലോകത്തിന് ഒരു തീരാ നഷ്ടമാണ്, ഹോസ്പിറ്റലിന് വലിയൊരു നഷ്ടമാണ്. അതിലൊക്കെ ഉപരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിതാവിനെ നഷ്ടപ്പെട്ട സങ്കടവും ദുഃഖവും ഉണ്ട്. ഭാരതീയ വൈദ്യശാസ്ത്ര പാരമ്പര്യങ്ങളെയും ഡോക്ടർ കെ എം ചെറിയാൻ ആദരിച്ചിരുന്നു. ധന്വന്തരി മൂർത്തിയുടെ ചിത്രം KMC ആശുപത്രിയിൽ കാണാം. ആയുർവേദം ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങളുടെ സമന്വയം അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നുവെന്ന് സഹപ്രവർത്തകൻ ഓർമ്മിക്കുന്നു. ഈ ഭാരതീയ സംസ്കാരത്തോട് വളരെയധികം ഒരു ആദരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറിയാൻ സാർ എന്ന് പറഞ്ഞാൽ. ആയുർവേദം, സിദ്ധ, അങ്ങനെയുള്ള മെഡിസിൻ, അതിൻ്റെ എല്ലാം സമന്വയിപ്പിച്ചുള്ള ചികിത്സയൊക്കെ സാറിൻ്റെ ഭയങ്കര സ്വപ്നത്തിൽ പെടുന്നതായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ള ആൾക്കാരിൽ കാണാത്ത വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ സാറിനുണ്ടായിരുന്നു. ഫെബ്രുവരി 1 രാവിലെ 11 മണിക്ക് ചെന്നൈ കൗൾപിക് സെമിത്തേരിയിലാണ് ഡോക്ടർ കെ എം ചെറിയാന്റെ സംസ്കാരം നടക്കുക. ജനം, പത്തനംതിട്ട.